ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കുത്തു പൊറോട്ട. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള എന്നിവ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ഈ സവോള എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കും. ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടിയും ഒപ്പം നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ വലിയ തവി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ചെയ്യുന്നത്. ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ 3 പൊറോട്ടയാണ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അതുകൊണ്ട് നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പൊറോട്ട, നമ്മൾ 3 പൊറോട്ട എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ 3 പൊറോട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. തട്ടുകട കാണുന്ന പരുവത്തിൽ നമുക്ക് വേണേൽ കുത്തി കുത്തി എടുക്കാം. അത് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന പരുവത്തിൽ നമ്മൾ പൊറോട്ടയും മുട്ടയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി നമുക്ക് ഓപ്ഷണലായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ, അതും ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ആ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തട്ടുകടയിലൊക്കെ കാണുന്നവരെ നല്ലപോലെ കുത്തി എടുക്കണം. അത് നല്ല സ്പീഡിൽ ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചേരുവകളെല്ലാം കൂടെ മിക്സ് ആവുന്നത്. സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കിയെടുത്താൽ സംഭവം റെഡി.